മരുന്നുകൾക്കിനി അമിതവില നൽകേണ്ട. പാഞ്ഞാൾ പഞ്ചായത്ത് ഓഫീസിന് മുൻവശത്തുള്ള ന്യൂ നന്മ മെഡിക്കൽസിൽ ഇംഗ്ലീഷ് മരുന്നുകൾക്ക് 50% വരെ വിലക്കുറവ്. ബ്രാൻഡഡ് മരുന്നുകൾക്ക് 10 മുതൽ 15% വരെ കിഴിവ് വേറെയുമുണ്ട്. പ്രശസ്ത ആയുർവേദ അലോപ്പതി വിദഗ്ധൻ ഡോക്ടർ കൃഷ്ണാനന്ദ് BAMS MBBS എല്ലാ ദിവസവും വൈകിട്ട് 3 മണി മുതൽ 5 മണി വരെ ഇവിടെ പരിശോധിക്കുന്നു. ന്യൂ നന്മ മെഡിക്കൽസിലെത്തുക. വോട്ടുകോഴ വിവാദത്തിൽ വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് നടത്തിയ MLA ഓഫീസ് മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു. പോലീസ് ബാരിക്കേഡ് തകർക്കാൻ ശ്രമിച്ച പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വോട്ടുകോഴ വിവാദത്തിൽ പ്രതിഷേധം കടുപ്പിച്ച് യൂത്ത് കോൺഗ്രസ് വടക്കാഞ്ചേരി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരി MLA ഓഫീസിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു. ഓട്ടുപാറയിൽ നിന്നും ആരംഭിച്ച മാർച്ച് MLA ഓഫീസിന് സമീപം പോലീസ് ബാരിക്കേഡുകൾ വെച്ച് തടഞ്ഞു. ബാരിക്കേഡുകൾ മറിച്ചിടാൻ പ്രവർത്തകർ ശ്രമിച്ചത് പോലീസുമായി നേരിയ തോതിൽ സംഘർഷത്തിനിടയാക്കി. ലക്ഷങ്ങൾ നൽകി ജനാധിപത്യത്തെ അട്ടിമറിച്ചാണ് KV നഫീസ പ്രസിഡന്റ് സ്ഥാനം കൈവശം വെച്ചിരിക്കുന്നതെന്ന് ആരോപിച്ച യൂത്ത് കോൺഗ്രസ് നഫീസ രാജിവെക്കണമെന്നും CPMന്റെ കുതിരക്കച്ചവടം അവസാനിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടു. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൽ പ്രവർത്തിച്ചിരുന്ന UDFിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് ജയിച്ച ജാഫർ എന്ന് പറയുന്ന ഒരു സഹപ്രവർത്തകന് 50 ലക്ഷം രൂപ കൈക്കൂലി കൊടുത്ത് 50 ലക്ഷം രൂപയുടെ ഇടപാട് നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ നേതൃത്വം കൊടുത്ത വടക്കാഞ്ചേരി MLA രാജിവെക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ ധാർമ്മിക സമരവുമായി ഇന്ന് നാഷണൽ കോൺഗ്രസും ഐക്യ ജനാധിപത്യ മുന്നണിയും ഇന്ന് യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നവർ. കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ സമരങ്ങൾക്ക് ഞങ്ങൾ നേതൃത്വം കൊടുത്തു. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ, നിയോജകമണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒരുപാട് സമരങ്ങൾക്ക് ഞങ്ങൾ നേതൃത്വം കൊടുത്തു. ജനാധിപത്യത്തെ കച്ചവടവൽക്കരിക്കുന്ന, ജനാധിപത്യം അട്ടിമറിക്കുന്ന, ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെടുന്ന ആളുകളെ മുഴുവൻ ഇല്ലാതാക്കുന്ന CPMന്റെ ശൈലി, ആ ശൈലി വടക്കാഞ്ചേരിയിൽ നടപ്പിലാക്കി എന്ന് പറയുമ്പോ നടപ്പിലാക്കാൻ നേതൃത്വം കൊടുത്തവർ CPMന്റെ ഉന്നത നേതാക്കന്മാരാണെന്ന് അറിയുമ്പോ ആ നേതാക്കന്മാരിൽ പ്രധാനി ഈ പ്രദേശത്തെ MLA ആണ് അതിന് നേതൃത്വം കൊടുത്തവരെന്ന് അറിയുമ്പോൾ ഈ MLAമാർ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളെ മുന്നോട്ട് നയിക്കാൻ അല്ലെങ്കിൽ അവർക്ക് മുന്നോട്ട് പോകാൻ അവസരം ഉണ്ടാക്കുന്നത് ശരിയല്ല. അവസരം നിഷേധിക്കണം, അവിടെ പ്രവർത്തനങ്ങൾ തടയണം. അതാണ് ജനാധിപത്യ വിശ്വാസികളെടുക്കുന്ന ഏറ്റവും വലിയ തീരുമാനം. തുടർന്ന് റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. ധർണ KPCC ജനറൽ സെക്രട്ടറി ജോസ് വള്ളൂർ ഉദ്ഘാടനം ചെയ്തു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDFനും LDFനും 7 വീതം അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. എന്നാൽ UDFിലെ ലീഗ് സ്വതന്ത്രൻ ജാഫർ മാഷ് LDFന് വോട്ട് ചെയ്തതോടെയാണ് ഭരണം LDFന് ലഭിച്ചത്. സംഭവം വിവാദമായതോടെ ജാഫർ മാഷ് അംഗത്വം രാജിവെച്ചിരുന്നുവെങ്കിലും വോട്ട് കച്ചവടമാണ് നടന്നതെന്ന് ആരോപിച്ച് കോൺഗ്രസ് പ്രതിഷേധം ശക്തമാക്കുകയാണ്. എന്നാൽ താൻ ആരുമായും ധാരണയുണ്ടാക്കിയിട്ടില്ലെന്നും അബദ്ധവശാലാണ് വോട്ട് മാറിയതെന്നുമാണ് ജാഫർ മാഷിന്റെ വിശദീകരണം. വടക്കാഞ്ചേരി യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് O ശ്രീകൃഷ്ണൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ DCC സെക്രട്ടറി K അജിത് കുമാർ, NR സതീശൻ, ഷാഹിദ റഹ്മാൻ, NA സാബു, PG ജയദീപ്, അഡ്വക്കേറ്റ് പ്രമോദ്, അഡ്വക്കേറ്റ് സുശീൽ ഗോപാൽ, ഹരീഷ് മോഹൻ, വൈശാഖ് നാരായണസ്വാമി തുടങ്ങിയ നേതാക്കൾ പ്രസംഗിച്ചു. ന്യൂസ് ഡെസ്ക് CCV.